ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് പാർട്ട് സി ഡിസ്കസ് ചെയ്യാം. പാർട്ട് എയും ബിയും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് സി ആണേ. അപ്പൊ നമുക്ക് സോൾവ് ദ സിസ്റ്റം ബൈ യൂസിങ് ക്രേമേഴ്സ് റൂൾ അല്ലെ. ക്രേമേഴ്സ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സിസ്റ്റം തന്നിട്ടുണ്ടാവും അല്ലെ. അതായത് എക്സും വൈയും ഉള്ള 3 ഇക്വേഷൻ അടങ്ങുന്ന ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇതിലെ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ അത് നമുക്ക് ഇതില് ക്രേമേഴ്സ് റൂൾ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ആദ്യം വന്നിട്ട് നമ്മൾ ഇതിനെ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ രൂപത്തിലാക്കണം. അതിന് മാർക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടാ. എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2y മൈനസ് സെഡ് ഈക്വൽ ടു -3. അതേപോലെ 3x പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. പിന്നെ എക്സ് മൈനസ് വൈ പ്ലസ് 2z ഈക്വൽ ടു 6 എഴുതി. ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം എ എക്സ് ഈക്വൽ ടു ബി നിർബന്ധമായും എഴുതാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കോഎഫിഷ്യന്റ് എക്സിന്റെ എത്രയാ 1, അതുപോലെ 2y എന്ന് പറയുമ്പോൾ 2 അല്ലേ, പിന്നെ മൈനസ് സെഡ് അപ്പൊ -1, പിന്നെ 3 1 1, അതേപോലെ 1 -1 2. ശരിയല്ലേ? അപ്പൊ ഈ മെട്രിക്സ് പിന്നെന്ത്, നമ്മളുടെ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു -3 4 6. ഇത് നമ്മൾ എഴുതാനായിട്ട് മറക്കരുത്, നിർബന്ധമായും എഴുതണം ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് Δ1 Δ2 Δ3 ഇത് 4 പേര് കണ്ടുപിടിച്ചാൽ മാത്രം മതി. എന്നിട്ട് അതിൽ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിവൺ മെട്രിക്സ് ഇല്ലേ, അതായത് 1 2 -1 3 1 1 1 -1 2 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 + 1 -2 ഇൻറ്റു എത്രയാ 6 -1, പിന്നെ ലാസ്റ്റ് 1 -1 ഇൻറ്റു എത്ര വരും -3 -1 വരും അല്ലെ. എന്ന് പറഞ്ഞാൽ 3, 6 1 പോയി കഴിഞ്ഞാൽ 5, അപ്പൊ -10, പിന്നെ -3 -1 -4 രണ്ടും കൂടി ചേർമ്പോ +4 ആയി മാറി അല്ലെ. 4 3 7 7 -10 എത്രയാ -3 അല്ലെ. ഓക്കെ അല്ലെ. ഇതാണ് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താണ്, ആ ഇക്വേഷൻ ആദ്യം തന്നെ എ എക്സ് ഈക്വൽ ടു ബി ഫോർമാറ്റ് ആക്കി മാറ്റാം. എ എക്സ് ഈക്വൽ ടു ബി എന്ന് ഉദ്ദേശിച്ചത് ഈ മെട്രിക്സിനെ എ എന്നും ഈ മെട്രിക്സിനെ ഞാൻ ക്യാപിറ്റൽ എക്സ് എന്നും അതേപോലെ ഇതിനെ ബി എന്നും വിളിക്കുന്നു എന്നുള്ളൂ കേട്ടാ. ഇതിനാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഇത് എഴുതുന്നതിനാണ് നമുക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ അവിടുന്ന് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. കിട്ടി. ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് -3 ആണെന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് ആരെയൊക്കെ വേണമെന്ന് അറിയോ, Δ1 വേണം, Δ2 വേണം, Δ3 വേണം. അപ്പൊ Δ1 എന്ന് പറയുന്നത് എന്താ നോക്കാം. അതായത് നമ്മളുടെ കോളം 1 അതായത് 1 3 1 എന്ന് പറയുന്നത് അതിന് പകരം, അപ്പൊ Δ1 എന്ന് പറയുമ്പോൾ ആ 1 റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാമത്തെ കോളത്തിന് കേട്ടാ, അതിന് പകരം നമ്മളുടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കയറ്റി വെക്കുക. കണ്ട, -3 4 6, ബാക്കി സെയിം തന്നെ 2 1 -1 -1 1 2 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ Δ1 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ സാധാരണ പോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്ര നേരം ചെയ്തില്ലേ, അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് -3 തന്നെ കിട്ടും. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാലോ. Δ2 എന്താ നോക്കാലോ. Δ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നോക്കാം, ഇതേ ഐഡിയ വെച്ച് നോക്കി പറഞ്ഞേ. Δ1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളം മാറ്റി അല്ലെ. Δ2 എന്ന് പറയുമ്പോൾ എന്ത് മാറ്റണം, സെക്കൻഡ് കോളം മാറ്റണം. അല്ലാണ്ട് സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ റോ 1 3 1 എന്നുള്ളത് അങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് സെക്കൻഡ് കോളത്തിന് പകരം -3 4 6 ഇട്ട് കൊടുക്കുക. തേർഡ് കോളം സെയിം നമ്മുടെ സാധാ പോലെ തന്നെ കേട്ടാ. എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് അത്. Δ2 എന്ന് പറയുന്നത് നമുക്ക് 3 ആണ് ആൻസർ കിട്ടുന്നത്. അടുത്തത് Δ3. അപ്പൊ നോക്കിയാൽ എന്താ വരിക, ഒന്നാമത്തെ റോ 1 3 1 തന്നെ, ഏത് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായത്. രണ്ടാമത്തെ റോയും അത് തന്നെ കൊടുക്കാം. മൂന്നാമത്തെ റോ എഴുതാൻ പാടുണ്ടാ, ഇല്ല. മൂന്നാമത്തെ കോളട്ടാ, സോറി, കോളത്തിന് പകരം എന്ത് കൊടുക്കുക, -3 4 6. കോളത്തിന് പകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റോ എന്നാണോ എന്ന് എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് കേട്ടാ. കോളമാണ് കേട്ടോ, കോളത്തിന് പകരം. അപ്പൊ Δ1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കോളത്തിന് പകരം ബി മാറ്റി എഴുതാം. Δ2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളത്തിന് പകരം ബി മാറ്റി എഴുതാം. Δ3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കോളത്തിന് പകരം മാറ്റി എഴുതി ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് കിട്ടാൻ പോകുന്നത് -6 ആണ്. ഇനി ഇവിടുന്ന് എക്സും വൈയും സെഡ് അല്ലേ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക്
ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റയാണ്. അതേപോലെ y എന്ന് പറയുന്നത് ഡെൽറ്റ 2 ബൈ ഡെൽറ്റയാണ്. ദെൻ z എന്ന് പറയുന്നത് ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആണ്. ഓരോന്നിന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ചാൽ പോരെ. ഡെൽറ്റ 1 എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? -3 ബൈ -3 ബൈ -3 അല്ലെ, ഡെൽറ്റ -3 അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. അടുത്തത് ഡെൽറ്റ 2 എന്താണ്? 3 തന്നെയല്ലേ. അപ്പൊ നമുക്ക് എന്തോ ഡെൽറ്റ 2 എന്ന് പറയുന്നത് 3 ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് -3 ആണ്. രണ്ടും കൂടി ജോയിൻ ചെയ്താൽ -1 അല്ലേ കിട്ടാൻ പോണേ. അടുത്തത് z ഈക്വൽ ടു ഡെൽറ്റ 3 ബൈ ഡെൽറ്റ അല്ലെ. ഡെൽറ്റ 3 എത്രയാണ്? -6. ഡെൽറ്റ എത്രയാണ്? -3. അപ്പൊ നമുക്ക് എത്ര കിട്ടി? അവിടെ നിന്ന് 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് എക്സിന്റെ വൈന്റെയും സെഡിന്റെ വാല്യൂ കിട്ടിയില്ലേ. എന്തൊക്കെയാ അത്? എക്സ് ഈക്വൽ ടു 1 ആണ്, y ഈക്വൽ ടു -1 ആണ്, ആൻഡ് z ഈക്വൽ ടു 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന്റെ തന്നെ രണ്ടാമത്തത് സോൾവ്. വീണ്ടും ഇതുപോലെ സെക്കൻഡ്, അത് പക്ഷെ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് അപ്പോഴും നമ്മൾ എക്സ് ഈക്വൽ ടു ബി തന്നെ എഴുതുക. എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ 5x പ്ലസ് 2y ഈക്വൽ ടു 4 ഉണ്ടായിരുന്നു. അതേപോലെ 2x മൈനസ് y ഈക്വൽ ടു 7 അല്ലേ. ഇതിനെ എക്സ് ഈക്വൽ ടു ബി ആകുമ്പോൾ എന്ത് വരും? 5 2 2 -1 എന്ന് പറയുന്ന മെട്രിക്സും, അടുത്തത് എക്സ് y എന്ന് പറയുന്ന മെട്രിക്സും വിച്ച് ഇസ് ഈക്വൽ ടു 4 7 എന്ന് പറഞ്ഞ് കിട്ടി. ഇതെന്ന് പറയുന്നത് നോക്കിയേ, എ എക്സ് ഈക്വൽ ടു ബി അല്ല, അവിടെ നിന്ന് എക്സ് അല്ല കണ്ടുപിടിക്കേണ്ട, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പൊ ക്യാപിറ്റൽ എക്സിന്റെ ഇക്വേഷൻ മറക്കണ്ട, ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ബി. അപ്പോ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്ന ആ എക്സ് വൈ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? എ ഇൻവേഴ്സ് വേണം. എന്നിട്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചൂടെ? നമ്മളുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ? 5 2 2 -1 അല്ലേ. അതിന്റെ ഡിറ്റർമിനന്റ് എന്താ നമുക്ക് കിട്ടുന്നത്? 5 അതെന്ന് പറയുമ്പോ -5 -4 അല്ലേ, എന്ന് പറഞ്ഞാൽ -9 അല്ലേ. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് കിട്ടിയില്ലേ. ഇനി നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം അല്ലെ. അഡ്ജോയിന്റ് ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ഫസ്റ്റത്തെ ആളെയും അതേപോലെ തന്നെ ലാസ്റ്റത്തെ ആളെയും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ ഡയഗണൽ എൻട്രീസിനെ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ അടുത്തതിന് ചിഹ്നം മാറ്റാനാ പറഞ്ഞല്ലേ, ആൾക്കാരെ മാറ്റണ്ട. അപ്പൊ -2ഉം -2ഉം ശരിയായില്ലേ. അപ്പൊ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? -1 -2 5 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഡിറ്റർമിനന്റ്, അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് അല്ലേ. ഡിറ്റർമിനന്റ് എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? 9 -9 അല്ലെ. അപ്പൊ 1 ബൈ ഡിറ്റർമിനന്റ് 9 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നമ്മൾ എഴുതിയേക്കണേ. പിന്നെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് എന്താ? -1 -2 പിന്നെ -2 5. ഇപ്പൊ ഇൻവേഴ്സ് ആയില്ലേ. ഇനി ഇൻറ്റു 4 7 ചെയ്യാനല്ല പറഞ്ഞേക്കണേ, സാധാ പോലെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? ആദ്യത്തെ ഈ 1 ബൈ -9 അങ്ങനെ തന്നെ കിടന്നോട്ടെ, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയോ ഇതെന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ഏതാ? -4 -14 എന്നും, അടുത്തത് -8 പ്ലസ് 35 എന്നും അല്ല നമുക്ക് കിട്ടാൻ വേണ്ടത്. ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും. അതെങ്ങനെ ചെയ്യുന്നത്? ഈ റോയും അതേപോലെ തന്നെ ഈ കോളും ചെയ്യുക. അങ്ങനെ വരുമ്പോ എന്താ? -1ന് -4, പിന്നെ പ്ലസ് -2ന് 7. അപ്പൊ രണ്ടും കൂടി ചേർത്ത് ഞാൻ അവിടെ നെഗറ്റീവ് എഴുതിയിരിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈക്വൽ ടു 1 ബൈ -9 കൊടുത്തു. ഇനി -4 -14 എന്ന് പറയുമ്പോ എന്താ നമുക്ക് കിട്ടാൻ പോണേ? -18 അല്ലേ. അതേപോലെ 35 -8 എത്ര നമുക്ക് കിട്ടാൻ പോണേ? 27 അല്ലെ. ഇത് എന്നിട്ട് ഈ പുറത്ത് കിടക്കണതുമായിട്ട് അങ്ങോട്ട് ഡിവിഷൻ കൊടുക്കൂ. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? -18 ബൈ -9 അല്ലെ. അത് എത്രയത്? 2. പിന്നെ 27 ബൈ -9 എന്ന് പറഞ്ഞാൽ അത് -3 അല്ലേ. അപ്പൊ നമുക്ക് വാല്യൂസ് കിട്ടി. ഏതാത്? 2, -3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2ഉം വൈന്റെ വാല്യൂ -3 ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദ കോൺസ്റ്റന്റ് ഫോഴ്സസ് എത്ര ഉണ്ട്? 1 2 3 ആൾക്കാരുണ്ട് അല്ലെ. ആക്ട് ഓൺ എ പാർട്ടിക്കിൾ ഫ്രം ഇവിടന്ന് തൊട്ട് ഇവിടം വരെ എന്നാ പറഞ്ഞേക്കണേ അല്ലെ. അത് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുക അല്ലെ. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഈ 3 ആൾക്കാരുണ്ടായിരുന്നില്ലേ, ഈ എല്ലാ 3 ആൾക്കാർ നമ്മൾ ടോട്ടൽ ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. കോൺസ്റ്റന്റ് ഫോഴ്സുകൾ 3 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? എല്ലാം കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2i ക്യാപ്പ് -5j ക്യാപ്പ് പ്ലസ് 6k ക്യാപ്പ്. അതിന്റെ കൂടെ ആരൊക്കെ ഉണ്ട് കൂട്ടാനായിട്ട്? -i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് -k ക്യാപ്പ് ഉണ്ട്. പിന്നെ ആരാളെ? 2i ക്യാപ്പ് പ്ലസ് 7j ക്യാപ്പ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യല്ലേ വേണ്ടേ? നോക്കിയേ, 2 ഐന്റെ ഭാഗങ്ങൾ ആയിരിക്കാ? 2 ഉണ്ട്, -1 ഉണ്ട്, 2 ഉണ്ട് അല്ലെ. 2 2 2 4, 4 നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്രയാ? അപ്പൊ 3i ക്യാപ്പ്. അടുത്തത് -5 പ്ലസ് 2 പ്ലസ് 7
+2 +7 ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, -5 +7 എന്താ വരാ, -3 അല്ലേ? 7ന്ന് 3 പോയി കഴിഞ്ഞാൽ എത്രയാ, 4. അപ്പൊ +4 ജെ ക്യാപ്പ്, ബാക്കി 6 ഉണ്ട് -1 ഉണ്ട് അല്ലെ? അപ്പൊ +5 കെ ക്യാപ്പ്. അപ്പൊ നമ്മള് ടോട്ടൽ ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട, അവിടത്തെ ഒരു ആർ വെക്ടർ വേണം അല്ലെ, അല്ലെങ്കിൽ എ ബി വെക്ടർ. ഞാൻ ഒരാളെ എ എന്നും ഒരാളെ ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ എ ബി വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാ, ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം. അപ്പൊ 6ന്ന് 4 പോയാൽ എത്രയാ, ഓരോ കമ്പോണന്റ് വൈസ് ആണ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 6ന്ന് 4 പോയി കഴിഞ്ഞാൽ എത്രയാ, 2 ഐ ക്യാപ്പ് വരും. അതേപോലെ 1 -3 എന്ന് പറയുമ്പോൾ 1 + 3 എത്രയും 4 ജെ ക്യാപ്പ്. പിന്നെ -3 -2 എന്നല്ല വരുന്നത്, എന്ന് പറഞ്ഞാൽ -3 +2 അല്ലേ അത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് എന്ത് കിട്ടി നമുക്ക്, -k ക്യാപ്പ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, F ഡോട്ട് dr ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, വർക്ക് ഡൺ കിട്ടിയില്ലേ? സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് dr പകരം എ ബി ആ ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ. അപ്പൊ F ഡോട്ട് എ ബി കാൽക്കുലേറ്റ് ചെയ്യാം. ഡോട്ട് ചെയ്യാൻ അറിയാലോ നമുക്ക്. എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് എഴുതട്ടെ ഞാൻ. 3 ഐ ക്യാപ്പ് +4 ജെ ക്യാപ്പ് +5 കെ ക്യാപ്പ് ഡോട്ട് 2 ഐ ക്യാപ്പ് +4 ജെ ക്യാപ്പ് -k ക്യാപ്പ് രണ്ടും നമ്മൾ കൊടുത്തു കേട്ടാ. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വേറൊരു വാക്കും കൂടി ഉണ്ട്. കാരണം എന്താ, ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഒരു നമ്പർ ആയിരിക്കും, അതുകൊണ്ടാണ് സ്കെയിലാർ എന്ന് പറയുന്നത്. ഡോട്ട് എടുക്കുമ്പോൾ എങ്ങനെയാ, ഐ കമ്പോണന്റ് ഇപ്പൊ 3 × 2 6, പിന്നെ 4 × 4 16, 5 × -1 -5 ശരിയായില്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, 17 യൂണിറ്റ് കിട്ടുന്നു. ശരിയായില്ലേ? അപ്പൊ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. നമുക്ക് നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. എന്താ നാലാമത്തെ പ്രോബ്ലത്തിൽ പറയണേ, എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 3a + 4b. സാധാരണ ഒരു വെക്ടർ വെറുതെ എ തന്നേക്കാന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മള് എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. ശരിയല്ലേ? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആർക്ക് കറസ്പോണ്ടിങ് ആ, 3a + 4b. അപ്പൊ ആദ്യം 3a + 4b കണ്ടുപിടിക്കാം നമുക്ക് അല്ലെ. അതായത് 3a + 4b എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 × നമ്മളുടെ എ വെക്ടർ എന്താണ്, എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഐ ക്യാപ്പ് +3 ജെ ക്യാപ്പ് +4 കെ ക്യാപ്പ് അല്ലേ. പിന്നെ 3a + 4b അല്ലേ. അപ്പൊ +4 × ബി വെക്ടർ എന്ന് പറയുന്നത് എന്താ, -ഐ ക്യാപ്പ് +3 ജെ ക്യാപ്പ് +2 കെ ക്യാപ്പ്. സോൾവ് ചെയ്തെടുക്കൂ. ആദ്യം ഐന്റെ കമ്പോണന്റ് മാത്രം എടുക്കൂ. 3 × 2 6 അല്ലേ വരുന്നത് ഇവിടെ. 3 × 2 6 +4 × -1. അപ്പൊ -4 ആയില്ലേ, 6 - 4 ആണ് വരാൻ പോണേ. 6 - 4 ഐ ക്യാപ്പ്. അടുത്തത് 3 × 3 9. അപ്പൊ 9 ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ +4 × ഈ 4 ഈ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12. അപ്പൊ +12 ജെ ക്യാപ്പ്. പിന്നെ അടുത്തത് 3 ഈ 4 3 × 4 12. ഇവിടെ 4 × 2 8. ശരിയല്ലേ? കെ ക്യാപ്പ്. ഇതാണ് നമുക്ക് 3a + 4b എന്ന് പറയുന്ന സംഭവം. ഇത് സോൾവ് ചെയ്തെടുക്കാതെ നമുക്ക് 3a + 4b എന്ന് പറയുന്നത്. അപ്പൊ 2 ഐ ക്യാപ്പ്. പിന്നെ 12 ഉം 9 എത്രയാണ്, 21 ജെ ക്യാപ്പ്. 12 ഉം 8 ഉം 20 കെ ക്യാപ്പ്. ശരിയായില്ലേ? അപ്പൊ 3a + 4bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമ്മള്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് 3a വെക്ടർ + 4b വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ്. 3a വെക്ടർ + 4b വെക്ടറിന്റെ മോഡുലസ്. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഐ ക്യാപ്പ് +21 ജെ ക്യാപ്പ് 20 കെ ക്യാപ്പ് 20 ആണ് ഡിവൈഡഡ് ബൈ മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താ വരാ, √2ന്റെ സ്ക്വയർ 4 +21ന്റെ സ്ക്വയർ എന്താ, 441 +20ന്റെ സ്ക്വയർ 400. ശരിയല്ലേ? അന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടണത്, 845 അല്ലെ. എന്ന് പറഞ്ഞത് എന്താ, 1/√845 നമ്മളുടെ സംഭവം എന്ന് പറഞ്ഞാൽ 2 ഐ ക്യാപ്പ് 21 ജെ ക്യാപ്പ് 20 കെ ക്യാപ്പ്. അഞ്ചാമത്തെ പ്രോബ്ലത്തിലേക്ക് പോയാലോ. എ ഡോട്ട് ബി അല്ലേ പറഞ്ഞേക്കണേ. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എളുപ്പമാണ് അല്ലെ. ആ കമ്പോണൻസ് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ ആഡ് ചെയ്യാം. അപ്പൊ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ആദ്യം എന്താ വരാ, ഈ 2ഉം ഈ 3ഉം കൂടി ഇൻഡു ചെയ്യാം. അപ്പൊ 6 പ്ലസ് അടുത്തത് 3 × -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, -3 പ്ലസ്
-1 × 1 എന്ന് പറഞ്ഞാൽ -1 ശരിയായില്ലേ? എന്ന് പറഞ്ഞാൽ 6 - 4 അല്ലേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? A.B = 2 എന്ന് കിട്ടി. അടുത്തത് ഫൈൻഡ് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഓഫ് ദ ഫോഴ്സ് റെപ്രസെന്റഡ് ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോഴ്സ് കേട്ടാ, ആക്ടിങ് ത്രൂ ഈ സാധനം. അപ്പൊ നോക്കി, ഇത് നമ്മളുടെ ഫോഴ്സ് അല്ലേ? നമുക്ക് മൊമെന്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? R×F ആയിരുന്നില്ലേ? അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിന്റെ മോഡുലസ് എടുത്ത് കഴിയുമ്പോൾ മൊമെന്റമായി ഒരു വെക്ടർ കമ്പോണന്റ് ആണ് വെക്ടർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മോഡുലസ് എടുക്കണ്ട കേട്ടാ, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് F എന്ന് പറയുന്നത് എന്താന്ന് കിട്ടിയിട്ടുണ്ട്? I + 2j + k ആന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആർ വെക്ടർ അല്ലേ വേണ്ടത്? ആർ വെക്ടർ എന്ന് പറയുമ്പോൾ ഇത് നോക്കിയേ, ഇത് എവിടെ നിന്നാ തുടങ്ങിയേക്കണേ? ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ത്രൂ ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് തന്നിട്ടില്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഒന്നാമത്തെ പോയിന്റ് മൈനസ് ആണ് എപ്പോഴും ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2i + 3j + k ഉണ്ടായിരുന്നില്ലേ? അതിൽ നിന്ന് മൈനസ് i + 2j - k ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 2 1 പോയി കഴിഞ്ഞാൽ i 3 - 2 j 1 - -1 എന്ന് പറയുമ്പോ +2k കിട്ടിയില്ലേ? അപ്പൊ എഫ് കിട്ടിയിട്ടുണ്ട്, ആറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്കൊന്ന് R×F കണ്ടുപിടിക്കാം അല്ലെ? R×F എന്ന് പറയുന്നത് എന്താ? i j k എഴുതുന്നു. ആറിന്റെ കമ്പോണൻസ് ആരൊക്കെയാ? 1 1 2. ഇനി എഫിന്റെയോ 1 2 1. ശരിയല്ലേ? നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യല്ലേ വേണ്ടത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? i × 1 - 4 - j × എന്താ പറയാ 1 - 2, അതായത് ജെയിന്റെ റോയും കോളം ഒഴിച്ചുള്ള ബാക്കിയുള്ള ഒരു ട്ടാ, +k × 2 - 1. ശരിയല്ലേ? അപ്പൊ അതിനകത്ത് 1 - 4 എത്ര വരിക? നമുക്ക് -3 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3i 1 - 2 എത്രയാ? -1. അത് ഈ പുറത്ത് എടുക്കണ മൈനസും കൂടി ചേർന്നിട്ട് അങ്ങോട്ട് പ്ലസ് ആയി അല്ലെ? +j 2 1 പോയി കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ +k ശരിയായില്ലേ? അപ്പൊ ഇനി നമുക്ക് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് R×F ന്റെ മോഡുലസ് എടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു √(-3ന്റെ സ്ക്വയർ എത്രയാ? 9. 1ന്റെ സ്ക്വയർ 1, പിന്നെയും 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലെ? 9 1 10, 10 1 11, √11. അപ്പൊ √11 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഇഫ് എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്, A.B തന്നിട്ടുണ്ട്. ആംഗിൾ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ A.Bയുടെ ഇക്വേഷൻ എന്തായിരുന്നു? A.B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് A × മോഡുലസ് ഓഫ് B × cos θ. ശരിയല്ലേ? അപ്പൊ അവിടെ നിന്ന് A.Bയുടെ വാല്യൂ നമുക്ക് 10 തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് A 5 ഉണ്ട്, അതേപോലെ മോഡുലസ് ഓഫ് B 4 ഉണ്ട്, cos θ. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos θ ഈസ് ഈക്വൽ ടു 10 / 5 × 4 അല്ലേ? അപ്പൊ ഇവിടെ എനിക്ക് 5ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് 2 കിട്ടി, പിന്നെയും കട്ട് ചെയ്ത് എനിക്ക് 1/2 കിട്ടി. cos θ 1/2 ആകുന്നത് ഏത് ആംഗിളിനാണ്? ഏത് ആംഗിളിന്റെ cos θ നമുക്ക് 1/2 അറിയില്ലേ? 60 ഡിഗ്രി. ദാറ്റ് ഈസ് θ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ക്ലിയർ ആയില്ലേ? ഇനി അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് എന്താ? ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു 2 വെക്ടർ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാലോ. അതായത് നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞ വെക്ടറിനും B എന്ന് പറഞ്ഞ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആളാരാ? A×B അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇയാളെ A എന്ന് വിളിക്കി, ഇതിനെ B എന്ന് വിളിക്കി. നമുക്ക് A×B കണ്ടുപിടിക്കാം ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റിയാൽ മതി. അപ്പൊ അതെന്ന് പറയുന്നത് ആദ്യം A×B കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ A×B എന്ന് പറഞ്ഞാൽ അതെന്താ? i j k എഴുതും. ഇനി എന്റെ കമ്പോണൻസ് കോഎഫിഷ്യന്റുകൾ ആയിരിക്കാം? i-ന് 1, j-ക്ക് 1, k-ക്ക് 1. അതേപോലെ ബിന്റെ ആരാ? 1 3 -1. കാൽക്കുലേറ്റ് ചെയ്തെടുക്കാലോ നമുക്കിത്. അപ്പൊ i × എന്ത് വരും? -1 -3, അതേപോലെ -j × -1 -1, പിന്നെ പ്ലസ് k × 3 -1. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ -4i അല്ലേ കിട്ടാൻ പോകുന്നത്? -4i, പിന്നെ -1 -1 -2, അത് ഈ നെഗറ്റീവ് കൂടി ചേർത്തിട്ട് എന്തായി മാറി? +2 j ആവുന്നു. പിന്നെ 3 1 പോയ എത്ര? 2 അല്ലെ? +2
കെ ക്യാപ്പ്. അതും കറക്റ്റ് അല്ലേ? നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. അതായത് നമ്മൾ എ ക്രോസ് ബി ചെയ്യാൻ കാരണം എന്താ, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആളാണ് എ ക്രോസ് ബി. പക്ഷെ നമുക്ക് വെറുതെ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചാൽ പോരാ, അത് യൂണിറ്റ് വെക്ടറും കൂടി ആവണം. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മോഡുലസ് വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -4i പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എത്രയാ, 4ന്റെ സ്ക്വയർ വരുമ്പോ 16, 2ന്റെത് 4, പിന്നെയും 4 അല്ലെ, 16 4 20, 20 4 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായി, ഈ നമുക്ക് 1/24 നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ഡിവൈഡഡ് ബൈ √24ഉം ബാക്കി -4i പ്ലസ് 2j പ്ലസ് 2k. ഇതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് 7ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം പറഞ്ഞത്. അതായത് ഇന്റഗ്രൽ 3x² -4x + 6 അല്ല പറഞ്ഞേക്കണേ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡി എക്സ് എന്ന് വിളിക്കാം, ഡി എക്സ് എഴുതാലോ അവിടെ. അപ്പൊ ഡയറക്റ്റ് ചുമ്മാ ഇന്റഗ്രേറ്റ് ചെയ്യൂ. എന്താ പറയാ, 3 × x² ഇന്റഗ്രേഷൻ. അതിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഇതാ, ഇന്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് എന്താണ്, x⁻n+1 / n+1 + c ഉണ്ടാവേ. അപ്പൊ ഇവിടത്തെ കേസ് വരുമ്പോ x⁻2 n പകരം 2 വിളിക്കുക. അപ്പൊ എന്താ പറയാ, x³ ഡിവൈഡ് ബൈ 3 അല്ലേ. അതുപോലെ -4 × x ഇന്റഗ്രൽ എന്താ പറയാ, പവർ 1 ആയിട്ട് വിചാരിക്കുക. അപ്പൊ x⁻2/2 അല്ലേ, പ്ലസ് 6 × ഇന്റഗ്രൽ 1 അല്ലേ എന്ന് പറഞ്ഞാൽ x അല്ലേ, പ്ലസ് c കൊടുക്കാം. 3 ക്യാൻസൽ ചെയ്യാം, ഇവിടുന്ന് 2 ക്യാൻസൽ ചെയ്യാം, ബാക്കി എടുത്ത് എഴുതാം. x³ -2x² പ്ലസ് 6x പ്ലസ് c എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അതിന്റെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ പോലോ. അപ്പൊ x × log x അല്ല തന്നേക്കണേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഹൈലൈറ്റ് റൂൾ അല്ല അപ്ലൈ ചെയ്യണ്ടേ, കാരണം x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, log x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് കാരണം നമുക്ക് ഹൈലൈറ്റ് റൂൾ ഉപയോഗിച്ചേ പറ്റൂ. ഹൈലൈറ്റ് റൂൾ പ്രകാരം ILATE ഹൈലൈറ്റ് റൂൾ പ്രകാരം ആരാ ഫസ്റ്റ് വേണ്ടേ, x എന്ന് പറയുന്നത് ഓൾജിബ്രയാ, log x എന്ന് പറയുന്നത് ലോഗരിതമിക്ക. എന്ന് പറഞ്ഞാൽ ലോഗ് അല്ലേ ഫസ്റ്റ്, പിന്നല്ലേ ഓൾജിബ്രൈക്ക്. അങ്ങനെ വരുമ്പോ നമ്മളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതും സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് x ആയി മാറി. കറക്റ്റ് അല്ലേ? അപ്പൊ ഡെഫിനിഷൻ പ്രകാരം എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സിന്റെ ഇന്റഗ്രല് അതെന്ന് പറയുന്നത് എന്താ, x² ഡിവൈഡ് ബൈ 2. ഞാൻ ഡയറക്റ്റ് എഴുതിയെന്നുള്ളൂ കേട്ടോ, കാരണം എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ x⁻n ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് log x എന്താ, ഡെറിവേറ്റീവ് log x 1/x ആണ്, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ, എക്സിന്റെ ഇന്റഗ്രൽ എത്രയാ, x² dx. കറക്റ്റ് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഞാൻ ഇന്റഗ്രൽ ചെയ്തിട്ടാണ് x²2 എഴുതിയിരിക്കുന്നത്. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് log x ഞാൻ എഴുതി, പിന്നെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അതും ഞാൻ ഇവിടെ എടുത്ത് എഴുതിട്ടാ. അടുത്തത് ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാം നമുക്ക്. log x × x²2 മൈനസ് ഈ ഒരു 1/2 ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തു. അതേപോലെ നോക്കിയേ, ഈ x ഓരോന്ന് കട്ട് ചെയ്ത് പോയി, ബാക്കി അവിടെ ആരോ ഉള്ള ഇന്റഗ്രൽ x dx അല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത് എന്തായി, log x ഉം പിന്നെ x²2ഉം പിന്നെ 1/2 ഉണ്ട്. ബാക്കി ഇവിടെ എന്താ, x⁻1 അല്ലേ, അപ്പൊ വീണ്ടും x²2 അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ ആൻസർ കിട്ടിയില്ല. അപ്പൊ ഇത് രണ്ടും കൂടി പ്ലസ് c വരും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് log x പിന്നെ x²2 മൈനസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യൂ, x²4 പ്ലസ് c. ഇതാണ് നമ്മളുടെ ഇന്റഗ്രേഷന്റെ ആൻസർ വരുന്നത്. നമുക്ക് ഇനി 8ാമത്തെ പ്രോബ്ലത്തിൽ പോകാലോ. അത് നല്ല ഈസിയാണ്, നമ്മൾ നേരത്തെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. 0 to 1 1 ഡിവൈഡഡ് ബൈ 1 + x². ഡയറക്റ്റ് എഴുതാലോ. എന്താണ് ഇന്റഗ്രൽ 1/1 + x², tan ഇൻവേഴ്സ് ഓഫ് x അല്ലേ. എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് x ഫ്രം 0 to 1. കറക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് tan ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം ആദ്യം 1 കൊടുക്കുക, പിന്നെ tan ഇൻവേഴ്സ് ഓഫ് 0 കൊടുക്കുക. ഈ tan ഇൻവേഴ്സ് ഓഫ് 1 ഏത് ആംഗിളിന്റെ tan 1 കിട്ടുന്നത്, tan π/4 അല്ലേ, അതായത് tan 45 ഡിഗ്രി അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് π/4 ആണ്. പിന്നെ അടുത്തത് ഏത് ആംഗിളിന്റെ tan ആണ്, മൈനസ് ആണ്. ഏത് ആംഗിളിന്റെ tan ആണ് 0 വരുന്നത്, 0. അപ്പൊ π/4 - 0 ദാറ്റ് ഈസ് π/4 ഈസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്റഗ്രൽ x × sec x² പിന്നെ
അടുത്തത് ടാൻ എക്സ് സ്ക്വയർ. ഇവിടെ നോക്കിയേ, ആരുടെയെങ്കിലും ഡെറിവേറ്റീവ് അവിടെ കിടക്കുന്നുണ്ടോ? അതായത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x അല്ലേ? പക്ഷെ അവിടെ അപ്പൊ 2xന് 2ന്റെ ഒരു കുറവല്ലേ ഉള്ളൂ. എക്സ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? എക്സ് സ്ക്വയറിന്. സോ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുക്കുക. ദെൻ ഡി യു ഈക്വൽ ടു എന്താ ചെയ്താ? 2x dx ചെയ്താ. അത് അവിടെ ഇട്ട് കൊടുത്താൽ പോരാ. അപ്പൊ 2x dx അവിടെ ഇല്ല അല്ലെ? എക്സും ഡി എക്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആളാരാ? ഡി യു ബൈ ടു ഈക്വൽ ടു എക്സ് ഡി എക്സ്. അപ്പൊ എക്സ് ഡി എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം? ഡി യു ബൈ ടു എഴുതാം. അപ്പൊ സീക്ക് എക്സ് സ്ക്വയറിന് പകരം എനിക്ക് അതിനെ സീക്ക് യു എന്ന് എഴുതിക്കൂടെ? എക്സ് സ്ക്വയറിന് പകരം. അതേപോലെ ടാൻ യു എന്ന് എഴുതിക്കൂടെ? പിന്നെ വരുന്ന എക്സിനും ഡി എക്സിനും പകരം എന്ത് എഴുതി ഞാൻ? ഡി യു ബൈ ടു എഴുതി. ആ 1/2 കൂടി പുറത്തേക്ക് എടുക്കൂ. ഇന്റഗ്രൽ സീക്ക് യു ടാൻ യു ഡി യു. ഇന്റഗ്രൽ സീക്ക് യു ടാൻ യു എന്താ? ഇന്റഗ്രൽ സീക്ക് യു ടാൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീക്കാണ് അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീക്ക് യു പ്ലസ് സി ആയില്ലേ? അപ്പൊ നമുക്കത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 1/2. നമുക്ക് ചോദ്യം എക്സിലും ഒക്കെ ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ യു ഇട്ട് കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പൊ നമ്മൾ തിരിച്ച് സീക്ക് യുവിന് പകരം എന്തിട്ട് കൊടുക്കുക? എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കുക പ്ലസ് സി ആയി. അപ്പൊ നമ്മുടെ ആൻസർ 1/2 സീക്ക് എക്സ് സ്ക്വയർ പ്ലസ് സി ആണ്. ഇതിലേക്ക് പോവാലോ. ഇവാലുവേറ്റ് ചെയ്യുന്നല്ലേ? ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 cos x divided by 1 plus sin x. ഇവിടെ നോക്കിയൊക്കെ ആരെങ്കിലും ഡെറിവേറ്റീവ് എവിടെയെങ്കിലും എടുക്കുന്നുണ്ടോ? അപ്പൊ ഡിനോമിനേറ്റർ ആയ 1 plus sin x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1ന്റെ ഡെറിവേറ്റീവ് 0, sin x ന്റെ cos x മോളിൽ എടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ. പുട്ട് യു ഈക്വൽ ടു 1 plus sin x. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഡി യു ഈസ് ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് 0, sin x ന്റേത് എന്തോരം? കോസ് എക്സ് ഡി എക്സ്. അതിൽ നോക്കിയേ കോസ് എക്സ് ഡി എക്സ് അല്ലേ എടുക്കണം. അപ്പൊ ഈ കോസ് എക്സ് ഡി എക്സിന്റെ പകരം എനിക്ക് എന്ത് ഇട്ട് കൊടുക്കാം? ഡി യു ഇട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി മാറി? നമ്മളുടെ ഇന്റഗ്രേഷൻ ചേഞ്ച് ആയി അല്ലെ? അപ്പൊ നമുക്ക് ഇന്റഗ്രല് കോസ് എക്സ് ഡി എക്സിന് പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാം? ഇനി കോസ് എക്സ് ഡി എക്സിന് പകരം 1 ഡി യു ഇട്ട് കൊടുക്കാം. അതേപോലെ 1 പ്ലസ് സൈൻ എക്സിന് പകരം എന്തിട്ട് കൊടുക്കാൻ പറ്റും? നമുക്ക് യു ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ ഇപ്പൊ നിലവിൽ ഇത് എന്തായി മാറി? ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 നമുക്ക് 0 ടു പൈ ബൈ 2 ഡി യു ബൈ യു അല്ലേ? എന്ന് പറഞ്ഞാൽ അത് എന്താ? 1/u ഡി യു അല്ലേ? അത് ലോഗ് അല്ലേ? അപ്പൊ ലോഗ് യു അല്ലേ? പക്ഷെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഇതിനെ തിരിച്ച് നമ്മളുടെ എക്സിലേക്ക് ആക്കണം. കാരണം ഇവിടെ തന്നിരിക്കുന്ന 0യും പൈ ബൈ 2 എന്ന് പറയുന്നത് എക്സിനെ കുറിച്ചുള്ള വേരിയേഷൻ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന് എന്തിട്ട് കൊടുക്കുക? ലോഗ് ഓഫ് യുക്ക് പകരം തിരിച്ച് 1 പ്ലസ് സൈൻ എക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ 0യും പൈ ബൈ 2 അപ്ലൈ ചെയ്യാൻ. അത് മറക്കരുത്. ഇനി നമുക്ക് നോക്കാലോ. ഇത് നോക്കിയേ, ലോഗ് ഓഫ് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കൂ 1 പ്ലസ് സൈൻ പൈ ബൈ 2 ശരിയല്ലേ? മൈനസ് ലോവർ ലിമിറ്റ് എന്താ വരുന്നത്? ലോഗ് 1 പ്ലസ് സൈൻ 0 ശരിയല്ലേ? അപ്പൊ ഈ സൈൻ പൈ ബൈ 2 എന്താ? ലോഗ് ഓഫ് സൈൻ പൈ ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 0 0 ആണ് അല്ലെ? അപ്പൊ സൈൻ പൈ ബൈ 2 ഒന്നല്ലേ? എന്ന് പറഞ്ഞാൽ അത് ലോഗ് 2 ആയില്ലേ? മൈനസ് അപ്പുറത്തെ ഭാഗം എന്താ? ഇതെന്ന് പറയുന്നത് ലോഗ് 1 ആവും അല്ലെ? 1 പ്ലസ് 0 എന്ന് പറയുന്നത് 1. ലോഗ് 1 എന്താ? 0 ആണ്. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ലോഗ് 2. ിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇന്റഗ്രൽ ഇ റൈസ് ടു ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്. ഇതും ഇതേ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ്. നോക്കി ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അവിടെ കിടക്കണേ? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ഉണ്ടല്ലേ? അപ്പൊ ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? പുട്ട് യു ഈക്വൽ ടു ടാൻ എക്സ്. പരിപാടി കഴിഞ്ഞു. ദെൻ ഡി യു എന്ന് പറയുന്നത് എന്താ? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പൊ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം ഡി യു എഴുതാം അല്ലെ? അപ്പൊ ഇന്റഗ്രൽ ഇ റൈസ് ടു ടാൻ എക്സിന് പകരം യു എഴുതാലോ. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം എനിക്ക് ഡി യു ഇട്ട് കൊടുക്കാലോ. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഇ റൈസ് ടു യു എന്താ? ഇ റൈസ് ടു യു പ്ലസ് സി ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു യുക്ക് പകരം ടാൻ എക്സ് പ്ലസ് സി ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. പ്രോബ്ലത്തിലേക്ക് പോവാലോ. ഇന്റഗ്രൽ 0 ടു പൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, കോസ് സ്ക്വയർ എക്സിനെ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള വഴിയൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയാം. എന്താ അത്? കോസ് 2x എന്ന് പറഞ്ഞ ഇക്വേഷനിലെ കോസ് 2x എന്ന് പറഞ്ഞ ഇക്വേഷനില് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ കോസ് സ്ക്വയർ എക്സിന് പകരം എന്ത് എഴുതാം? 2 കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 അപ്പുറത്തേക്ക് കൊടുക്ക്. അപ്പൊ 1 പ്ലസ് കോസ് 2x അല്ലേ? അപ്പൊ അതിൽ നിന്ന് അവിടെ നിന്ന്
കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പൊ അത് ഇട്ട് കൊടുക്കാലോ. ഇന്റഗ്രൽ 0 to π. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒന്നും അല്ല ചെയ്തിരിക്കുന്നത് കേട്ടാ. ജസ്റ്റ് കോസ് സ്ക്വയർ എക്സിന് പകരം നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് സംഭവം എഴുതി വെച്ചു. അപ്പൊ 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ആണ് dx ആണ്. 1/2 ഉണ്ടല്ലോ, ആ 1/2 നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എന്ന് പറഞ്ഞാൽ 1/2 ഇന്റഗ്രൽ 0 to π 1 പ്ലസ് കോസ് 2x. ഇനി സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ എന്നിട്ട് അതിന് ഇട്ട് കൊടുക്കാം. അപ്പൊ 1/2 നോക്കി, ഇവിടെ ആദ്യം 1 അല്ലേ, ഇന്റഗ്രൽ 1 എന്തെന്നാ എക്സ് അല്ലെ, പ്ലസ് കോസ് 2x ന്റെ ഇന്റഗ്രൽ എന്താ, സൈൻ 2x അല്ലേ. സൈൻ 2x തീർന്നിട്ടില്ല, 2xന്റെ ഡെറിവേറ്റീവ് വെച്ച് ഡിവൈഡും ചെയ്യണേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി. ഇനി നമുക്ക് എന്തുണ്ട്, 0 തൊട്ട് എത്ര വരെയാണ്, പൈ വരെ അല്ലേ ഉള്ളത്. അപ്പർ ലിമിറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 1/2 ഇൻറ്റു എക്സിന് പകരം പൈ ഇട്ട് കൊടുക്കൂ, പൈ പ്ലസ് സൈൻ എന്താ വരാ, സൈൻ 2π ഡിവൈഡഡ് ബൈ 2 വരും. അപ്പൊ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു അല്ലെ, മൈനസ് ലോവർ ലിമിറ്റ് എന്താ വരിക, 0 വരാ. ആദ്യത്തെ ടൈം പിന്നത്തെ ടൈം സൈൻ 0 ഇട്ട് കൊടുക്കുമ്പോ 0 അല്ല വരുന്നത്. അപ്പൊ 0 ആയി പോയി, ബാക്കിയുള്ളവരെ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ 1/2 ഉണ്ട്, പൈ ഉണ്ട്. നോക്കിയേ, സൈൻ 2π, സൈൻ പൈ 2π 3π 4π എല്ലാം 0 ആയ എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി ഫുൾ ആയിട്ട് 0 ആയി പോയി. അപ്പൊ ബാക്കി അവിടെ എന്തുണ്ട്, 1/2 ഉണ്ട്, പൈ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 11ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോയാലോ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സും പിന്നെ എക്സ് ആക്സിസും. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇത് തന്നിട്ടില്ലല്ലോ, അതായത് എക്സിന്റെ വേരിയേഷൻ ഒന്നും തന്നിട്ടില്ല അല്ലെ. നമുക്കത് കണ്ടുപിടിക്കാം. ആരുടെയൊക്കെ ഇടയിലുള്ളതാ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സും പിന്നെ അതേപോലെ തന്നെ എക്സ് ആക്സിസും തമ്മിലുള്ളതല്ലേ. എക്സ് ആക്സിസിനകത്ത് y വാല്യൂ എത്രയാ, 0 അല്ലേ. എന്ന് പറഞ്ഞാൽ വൈന് പകരം 0 ഇട്ട് കൊടുക്കൂ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് എക്സ് ഇൻറ്റു പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. ഇതിന്റെ അർത്ഥം എന്താ, എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ശരിയല്ലേ. എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0യോ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു -1 അല്ലേ. അപ്പൊ നമുക്ക് രണ്ടാൾക്കാരെ കിട്ടിയല്ലോ, ഇതിൽ ചെറുത് -1 അല്ലേ. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടെ തൊട്ടാ, ഇപ്പൊ എക്സിന്റെ അല്ലേ നമുക്ക് കിട്ടിയേക്കണേ. അപ്പൊ നമ്മൾക്ക് ഇവിടെ എഴുതാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് എക്സിന്റെ തന്നെ ആയിരിക്കണം. അപ്പൊ -1 മുതൽ 0 വരെ എഴുതുന്നു. ഇവിടെ ഉള്ളില് y dx അല്ലേ എഴുതണ്ട. y dx എന്ന് പറയുമ്പോൾ വൈന്റെ വാല്യൂ ആണ് നമുക്ക് എന്തിൽ വരുന്നത്, എക്സ് സ്ക്വയർ. കണ്ട, എക്സിൽ വരുന്നത്, നല്ല കാര്യം നടക്കുള്ളൂ. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എന്താ, എക്സ് റൈസ് ടു 3 ഡിവൈഡഡ് ബൈ 3 വരും. എക്സിന്റെയോ എക്സ് റൈസ് ടു 2/2. കറക്റ്റ് അല്ലേ. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയാൽ രണ്ടുപേരും 0 ആയി പോവല്ലേ ചെയ്യാ. എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു, അപ്പൊ 0 കിട്ടി. മൈനസ് ഇനി നമ്മുടെ ലോവർ ലിമിറ്റ് എന്താ, -1 അല്ലേ. എന്ന് പറഞ്ഞാൽ -1ന്റെ ക്യൂബ് ബൈ 3, അതേപോലെ പ്ലസ് -1ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ. ഇത് സോൾവ് ചെയ്തെടുത്താൽ മതിയല്ലോ നമ്മളപ്പോ. അപ്പൊ എന്താ നമുക്ക് കിട്ടാൻ പോണേ, മൈനസ് ഓഫ് -1ന്റെ ക്യൂബ് എന്ന് പറയുമ്പോ എന്താ, അത് -1/3 അല്ലേ. അതേപോലെ പ്ലസ് 1/2 അല്ല നമുക്ക് കിട്ടുന്നത്. ഈ നെഗറ്റീവ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 1/3 - 1/2 അല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കിത് സോൾവ് ചെയ്തെടുക്കാലോ. എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാൻ പോണത്, 2 - 3, അതായത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ട്ടാ, ബൈ 6 അല്ലേ കിട്ടാൻ പോണത്. എന്ന് പറഞ്ഞാൽ -1/6 അല്ലേ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഏരിയ നമ്മൾ നെഗറ്റീവ് എടുക്കില്ല. ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തെഴുതുമ്പോൾ അത് 1/6 സ്ക്വയർ യൂണിറ്റ് എന്നേ എഴുതാൻ പാടുള്ളൂ. അടുത്തത് 12ാമത്തെയാണ്. അപ്പൊ നമുക്ക് 12ാമത്തെ ക്വസ്റ്റിന് മുന്നേ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണത് എങ്ങനെയായിരുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് dy/dx പ്ലസ് p × y ഈക്വൽ ടു q ഓഫ് x. അതായത് ഈ p എന്ന് പറയുന്ന എക്സിലുള്ള ഫംഗ്ഷൻ ആണ്, q എന്ന് പറയുന്നതും എക്സിലുള്ള ഫംഗ്ഷൻ ആണ് എങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്, e⁻p dx. കണ്ട, അപ്പൊ p എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷൻ ആയാലല്ലേ നമുക്കിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ സൊല്യൂഷൻ എന്ന് പറയുന്നതോ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു q ഓഫ് എക്സ് dx. ഇതാണ് ഹോമോജീനിയസ് ഇങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇവിടത്തെ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഇവിടെ പി എന്ന് പറയുന്ന ആരാ, പി എന്ന് പറയുന്നത് കോട്ട് എക്സ് ആണ്. അതേപോലെ ക്യൂ എന്ന് പറയുന്നത് എന്താ, 2 കോസ് എക്സ് അല്ലേ. അടുത്ത അപ്പൊ നമുക്ക് ആദ്യം ഇന്റഗ്രൽ പി ഡി എക്സ് ഒന്ന് ചെയ്തോക്കാം. ഇന്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞ ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് അല്ലേ. ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരുന്നു നമുക്ക്, ഈക്വൽ ടു ലോഗ് ഓഫ് സൈൻ എക്സ്
പ്ലസ് സി അല്ലേ. അപ്പൊ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഞാൻ കണ്ടുപിടിക്കുക. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. അതില് ഇന്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ. അപ്പൊ നമുക്ക് അത് അവിടെ ഇട്ട് കൊടുക്കാം. എന്നാണ് ഇ റൈസ് ടു എന്ത് കൊടുത്തു നമ്മള്, ലോഗ് സൈൻ എക്സ് കൊടുത്തു. അപ്പൊ നമുക്ക് ആ ലോഗും ഇയും ക്യാൻസൽ ആയി പോയി നമുക്ക് എന്ത് കിട്ടും, സൈൻ എക്സ് കിട്ടും. ശരിയായില്ലേ. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ സൈൻ എക്സ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, y ഇൻറ്റു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ അല്ലേ. അപ്പൊ y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഇൻറ്റു, അതായത് സൈൻ എക്സ് ഇൻറ്റു ബാക്കി ക്യൂ ഓഫ് എക്സ് അല്ലേ എന്ന് പറഞ്ഞാൽ 2 കോസ് എക്സ് അല്ലേ ഡി എക്സ് അല്ലേ. അപ്പൊ 2 സൈൻ എക്സ് കോസ് എക്സ് അല്ലേ ഈ പറഞ്ഞ സാധനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ, 2 സൈൻ എക്സ് കോസ് എക്സ്. അതായത് ഇക്വേഷൻ സൈൻ 2x അല്ലേ. അപ്പൊ സൈൻ 2x ആയില്ലേ, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. സൈൻ 2xന്റെ ഇന്റഗ്രേഷൻ എന്താ വരാ, സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്നിട്ടാ മൈനസ് കോസ് എക്സ്. അപ്പൊ സൈൻ 2xന്റെയോ മൈനസ് കോസ് 2x തീർന്നിട്ടില്ല. 2xന്റെ ഡെറിവേറ്റീവ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡില് y ഇൻറ്റു സൈൻ എക്സും റൈറ്റ് സൈഡില് മൈനസ് കോസ് 2x ബൈ 2 പ്ലസ് സി. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ ചെയ്ത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.